5-6 ദിവസമായി സോഷ്യൽ മീഡിയയിൽ എല്ലാ ആളുകളും ഒരൊറ്റ വിഷയത്തെ ഫോക്കസ് ചെയ്തിട്ട് അതാകെ അങ്ങ് ജബറാക്കി മൊത്തത്തിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്തത് തെറ്റാണ്. പക്ഷേ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപവും പുറത്തു നൽകാൻ കൽപ്പുള്ളവനാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ സഹോദരൻ ചെയ്തതിന് അവൻ പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. പക്ഷേ നമ്മൾ ഒരാളെ എടുത്തിട്ട് ഇങ്ങനെ കളിയാക്കി അതിൻ്റെ മുകളിൽ മറ്റേ വീഡിയോ ചെയ്ത് മറ്റേ കണ്ടൻറ് ചെയ്ത് ചില ആളുകളൊക്കെ ഈ സംഗതി വെച്ചിട്ട് പല വിഷയവും മാർക്കറ്റ് വരെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഹലാലാവും നമ്മൾ ചിന്തിക്കണം. ആ ഒരു ഫാമിലിക്ക് എത്രത്തോളം ഹേർട്ടായിട്ടുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലാഹി നിങ്ങൾക്ക് പുറത്തു തരൂല. അതിലൊന്നും പറയാനില്ല. കാരണം നമ്മൾ നമ്മളെ നഫ്സിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് പുറത്തു തരാൻ നോ പ്രോബ്ലം, അള്ളാഹ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റൊരു മനുഷ്യനെ ബേജാറാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അത് പൊറുക്കണമെങ്കിൽ അവനോട് പൊരുത്തപ്പെടിപ്പിക്കണം. അപ്പം ഈ കേരളത്തിൽ എത്ര ഇൻഫ്ലുവൻസർമാർ അവർക്കെതിരെ വേണ്ടാത്ത രൂപത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ വല്ലാഹി പൊരുത്തപ്പെടിക്കണം. പക്ഷേ ചില ഇൻഫ്ലുവൻസർമാർ മാഷാ അള്ളാഹ് അവർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് മനോഹരമായിട്ട് കൈമ കൊടുത്തിട്ടുണ്ട്. ഉസ്താദുമാർ ഈ വിഷയത്തിൽ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആലിമീങ്ങൾ അത്തരത്തിലുള്ള വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കും, അതിനെതിരെ സംസാരിക്കും. അതവർ ചെയ്തത് വല്ലാഹി അത് ക്ലിയറാണ്. ബട്ട് അതിൻ്റെ പിന്നിൽ നമ്മൾ കൂടിയിട്ട് നമ്മൾ ആ വിഷയത്തെ അലമ്പാക്കി കഴിഞ്ഞാൽ വല്ലാഹി മക്കളെ നിങ്ങൾ ചെയ്തത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതാണ്. നമ്മൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പം ഞാനിത് പറയാൻ വലിയ അർഹനൊന്നുമില്ല, പക്ഷേ കൈവിട്ടു പോയ രൂപത്തിലേക്കാണ് ഈ ഒരു സംഭവം കടന്നു പോയിട്ടുള്ളത്. അപ്പം മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. അവനവൻ നഫ്സി നഫ്സി എന്നുള്ള അവസ്ഥ വരുമ്പോൾ ബാക്കിയുള്ള ഒരു വിഷയം കൂടി നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം മാക്സിമം എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ബാക്കിയുള്ള ആളുകളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹ്.